ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ, എസ്പെഷ്യലി ഒരു പുരുഷന് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലേ? അത് കാതോർത്തിരിക്കും എന്നുള്ളതാണ്. അത് കേൾക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടായിരിക്കും. അത് ഇഷ്ടത്തോടു കൂടിയായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അത് അവർ കേൾക്കുന്ന ആ ഒരു പേഷ്യൻസ്, അതുപോലെ തന്നെ കേൾക്കുമ്പോൾ അവരുടെ ഒരു ജസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു ലിസണറാണോ എങ്കിൽ നിങ്ങൾക്ക് എന്തും അവരോട് പറയാനുള്ള ഒരു അവസരമുണ്ട്, അല്ലെങ്കിൽ പറയാൻ അനുവാദമുണ്ട്. അനുവാദം മാത്രമല്ല, അവർ കേൾക്കാനും തയ്യാറാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. ഇഷ്ടമുള്ളവർ മാത്രമേ അങ്ങനെ ഒരുപാട് സമയം കേട്ടിരിക്കത്തുള്ളൂ. രണ്ടാമതായിട്ട് പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അഥവാ എപ്പോഴും വേണമെന്നൊന്നുമില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അത് ഒരുപാട് കാലം നീണ്ടു പോകാതെ ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാവും, ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് റിസോൾവ് കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ്. അഥവാ എന്തെങ്കിലും പ്രശ്നം റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ബാധിക്കുന്ന എന്ത് പ്രശ്നമായിക്കോട്ടെ, അത് വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു പവർ അല്ലെങ്കിൽ ഒരു കഴിവ് അവർക്കുണ്ടായിരിക്കും. കഴിവ് മാത്രമല്ല, അതിന് എഫേർട്ട് നന്നായിട്ട് എടുക്കും എന്നുള്ളതാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ പോണെങ്കിൽ പോട്ടെ, ഡിവോഴ്സ് ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാനും അത് സോൾവ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പായി പരസ്പരം ഭയങ്കര ഇഷ്ടമുണ്ട്, എസ്പെഷ്യലി അവർക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ കണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു. എപ്പോഴും നോക്കിക്കൊള്ളണമെന്നൊന്നുമില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ കണ്ണിൽ നോക്കും എന്നുള്ളതാണ്. കണ്ണിൽ നോക്കി സംസാരിക്കാൻ യാതൊരു ഭയം ഉണ്ടായിരിക്കത്തില്ല. ഒരുപാട് കള്ളത്തരങ്ങളുള്ള ആളുകളാണ് പലപ്പോഴും കണ്ണിൽ നോക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവരുടെ പാർട്ട്ണറാണ്, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കാമുകനാണ് എന്നൊക്കെ മറ്റുള്ള ആളുകളോട് പറയാൻ അവർക്ക് യാതൊരു വിധത്തിലുള്ള മടി ഉണ്ടാവില്ല. അത് ഹൈഡ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. നിങ്ങളെ പരിചയപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് വൺ പറയുന്നത്, എപ്പോഴും നിങ്ങളോട് ഒരു അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് അവിടെ ജസ്റ്റേഴ്സിൽ നിന്ന്, ആ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഫേസിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ അട്രാക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഹി വിൽ ചേഞ്ച് ഹിസ് മൈൻഡ്. അവൻ്റെ മൈൻഡ് മൊത്തത്തിൽ മാറ്റും വെൻ നെസസറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നാളെ ചെയ്യാനുണ്ട്, അത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത്, നാളെ ഒന്ന് വീട്ടിൽ പോകണം, അല്ലെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്, എൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ മൈൻഡിൽ അത് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നിട്ട് നിങ്ങളുടെ കൂടെ വരുന്നുണ്ടാവും. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതുപോലെ പല കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ നിന്നും മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോറിറ്റി നൽകുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണലി പെയിൻ വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് ഫീൽ ചെയ്യുകയും നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ്. അടുത്തായിട്ട് പറയുന്നത്, എന്തെങ്കിലും അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ട സമയത്തൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടാവും. അല്ലാതെ ഒരു കുഴി ചാടാനുള്ള പരിപാടികൾ അവർ പറഞ്ഞു തരത്തില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയുന്നത്, നിങ്ങളോട് വളരെ ക്ലോസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നോൺ സെക്ച്വൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ജസ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ അടുത്തിരിക്കുക, ചേർന്നിരിക്കുക, കൈ പിടിക്കുക, കൈ തലോടി കൊടുക്കുക, കാല് തലോടി കൊടുക്കുക, തല തടവി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ ധാരാളം ആക്ടിവിറ്റീസൊക്കെ അവരിൽ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, വിൽ ഡു എനിത്തിങ് ടു മേക്ക് യു ഹാപ്പി. നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യുന്നതാണ്. അങ്ങനെ ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണോ? നിങ്ങളെ ഹാപ്പി ആക്കുക എന്നുള്ളതിനാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, വിൽ ഫൈറ്റ് ഫോർ യു. ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവും. നല്ല റിലേഷൻഷിപ്പിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവും. എല്ലാം നെവർ മൈൻഡ് ആണെങ്കിലോ അവിടെ വഴക്കും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവിടെ സ്നേഹം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാവുന്നത് നല്ലതാണ്. ആ ഒരു പരസ്പരമുള്ള ഇഷ്ടവും
സ്നേഹവും ഒന്ന് പിണങ്ങിയിരിക്കുമ്പോൾ ആ ഒരു മിസ്സിങ്ങും ഒക്കെ എത്രത്തോളം നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ കാരണമായി തീരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയ ചെറിയ ഫൈറ്റുകൾ, സൗന്ദര്യ പിണക്കങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും, സ്വാഭാവികമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മീൻ ചെയ്യുന്നത്. ഏകദേശം 12ഓളം കാര്യങ്ങൾ പറഞ്ഞു. ഇതിനു മുമ്പ് നമ്മൾ തീരെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള സയൻസ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. താങ്ക് യു. വീണ്ടും കാണാം.